ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ പുലരിമഞ്ഞു പോലെ പവിഴകാന്തിയോടെ അഴകു ചാർത്തി വന്നുദിച്ച ദിവ്യ താരമേ, ലോകപാപമെല്ലാം തോളിലേറ്റിടാനായി എളിമയോടെ ജാതനായ മഹിത സ്നേഹമേ. പ്രിയ കൂട്ടുകാരെ, നാം എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തിരക്കിലാണല്ലേ. എന്താണ് ഈ ക്രിസ്തുമസ്? സർവശക്തനായ ദൈവം ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത ദിവസം. സർവശക്തനാണെങ്കിലും വലുതിൽ നിന്ന് ചെറുതായി ഒരു പുൽക്കൂട്ടിലാണ് ഈശോ പിറന്നത്. എന്താണ് ചെറുതാകൽ? എന്തിനു നാം ചെറുതാകണം എന്ന ചോദ്യങ്ങൾക്കെല്ലാം ബെത്ലഹേമിലെ പുൽക്കൂട് നമുക്ക് ഉത്തരം നൽകുന്നു. ആ പുൽക്കൂടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ആത്മീയ വശങ്ങളെക്കുറിച്ചും വളരെ മനോഹരമായി നമ്മുടെ ഫ്രാൻസിസ് പാപ്പ തൻ്റെ അഡ്മിറാബിലെ സീഞ്ഞും എന്ന അപ്പസ്തോലിക രേഖയിൽ വ്യക്തമാക്കി തരുന്നു. പുൽക്കൂടിൽ കാണുന്ന രൂപങ്ങളുടെ അർത്ഥം പാപ്പ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: രാത്രിയുടെ നിശബ്ദതയിലും ഇരുളിൽ തെളിയുന്ന നക്ഷത്രമയമായ ആകാശം ജീവിതത്തിന്റെ ഇരുണ്ട യാമങ്ങളിൽ പോലും നമ്മെ കൈവിടാത്ത ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തേത്, പുൽക്കൂടിന്റെ പ്രകൃതി ദൃശ്യങ്ങളിൽ പലപ്പോഴും നാം കാണാറുള്ള പഴയ തകർന്ന കെട്ടിടങ്ങൾ മനുഷ്യത്വത്തിന്റെ തകർച്ചയെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തേത്, തൊഴുത്തിന്റെ അടയാളാർത്ഥമായ കാലികൾ തിന്നുന്ന വൈക്കോൽ തന്റെ ആദ്യം എത്തിയാക്കിയവൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമായി തന്നെ വെളിപ്പെടുത്തി. പ്രിയ കൂട്ടുകാരെ, ഇനി എന്നായിരുന്നു ഈ പുൽക്കൂടിനെ തുടക്കം എന്ന് നിങ്ങൾക്കറിയാമോ? 1223 ഇറ്റലിയിലെ ഗ്രോച്ച എന്ന പട്ടണത്തിലെ ഗുഹകളിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തുടങ്ങി വെച്ചതാണ് ദാരിദ്ര്യത്തിന്റെ മുഖമുദ്രയായ ഈ പുൽക്കൂട്. ആ ക്രിസ്തുമസ് ദിനത്തിൽ ആദ്യ പുൽക്കൂട് നിർമ്മിച്ച് അവിടെ ബലിയർപ്പിച്ച് അവിടുത്തെ ജനങ്ങളും മനുഷ്യാവതാരവും പരിശുദ്ധ കുർബാനയുമായുള്ള ബന്ധം വെളിപ്പെടുത്തി. ഈ ലളിതമായ അടയാളം വഴി വിശുദ്ധൻ ഒരു വലിയ സുവിശേഷ പ്രഘോഷണമാണ് നടത്തിയത്. ആ പ്രഘോഷണത്തിന്റെ തുടർച്ചയാണ് ഇന്ന് പുൽക്കൂട്ടിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, യേശു സ്വീകരിച്ച ദാരിദ്ര്യത്തെ തൊടാനും അനുഭവിക്കാനും നമുക്ക് കഴിയും. നമ്മുടെ സഹോദരി സഹോദരങ്ങളോട് യേശുവിനെ കണ്ട് കരുണയോടെ സഹായിക്കാൻ ഈ ക്രിസ്തുമസ് നമുക്ക് പ്രചോദനമരുളട്ടെ. അപ്പനപ്പൂപ്പന്മാരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ പുൽക്കൂടാകുന്ന ഈ ഭക്തകൃത്യം ഒരിക്കലും നമ്മുടെ ഇടയിൽ നിന്ന് പോകാതിരിക്കട്ടെ എന്നേറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ മനോഹരമായ ഒരു പുൽക്കൂട് തയ്യാറാക്കി